നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ ഈയൊരു വീഡിയോ ഇപ്പോൾ കാണുന്ന നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? പെട്ടെന്ന് ഒരാളുടെ മുഖം മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കാരണമൊന്നുമില്ലാതെ ഒരാളെ ഓർക്കുന്നത്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെ ആ സമയത്ത് ചിന്തിക്കുന്നതായിരിക്കാം. ജ്യോതിഷവും ആത്മീയ ശാസ്ത്രവും പറയുന്ന ഒരു വലിയ സത്യമാണ്. മനുഷ്യരുടെ ചിന്തകൾക്ക് വളരെ ശക്തമായ ഒരു ഊർജമുണ്ട് എന്നുള്ളത്. നമ്മൾ ആരെയെങ്കിലും ആഴത്തിൽ ഓർക്കുമ്പോൾ ആ ചിന്തകൾ ഒരു തരത്തിലുള്ള ഊർജമായി മാറി അത് ആ വ്യക്തിയിലേക്ക് എത്തും എന്നതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ആരെയെങ്കിലും ഓർത്തപ്പോൾ അവരുടെ ഫോൺ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു മെസ്സേജ് പെട്ടെന്ന് വരുന്നത്. ഇത് വെറും യാദൃച്ഛികമല്ലെന്ന് പല ആത്മീയ പാരമ്പര്യങ്ങളും പറയുന്നുണ്ട്. ചിലപ്പോൾ അത് മനസ്സുകളുടെ ഒരു കണക്ഷൻ ആയിരിക്കാം. ഇന്നത്തെ ഈ ഒരു തൊടുകുറി വീഡിയോയിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് ലഭിക്കാം. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ 3 ചിത്രങ്ങൾ കാണാം. ഓരോ ചിത്രത്തിനും പിന്നിൽ ഒരു പ്രത്യേക സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഈ 3 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ, നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ഓർക്കുക. ശേഷം നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ചിത്രം അത് തിരഞ്ഞെടുക്കുക. അതുതന്നെയാണ് നിങ്ങൾക്ക് ശരിയായത്. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ തയ്യാറല്ലേ? ഇവിടെ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ കാണാം. 1, 2, 3 നമ്പേഴ്സ് ഇട്ടുകൊണ്ട് 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ഒരു ചിത്രം അത് ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെനുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്കിനി ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് സാധാരണമായ ഒരു കാര്യമല്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള തൊടുകുറി തിരഞ്ഞെടുപ്പുകളിൽ മനസ്സിന്റെ ഉള്ളിലെ ഊർജമാണ് നമ്മളെ ഒരു പ്രത്യേക ചിത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയുടെ ഊർജമാണ് നിങ്ങളുടെ മനസ്സിനെ ഈ ചിത്രത്തിലേക്ക് ആകർഷിക്കുക എന്ന് പറയാം. ഇപ്പോൾ പ്രധാനമായി ഒരു ചോദ്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി ആരാണ്? ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കാം. ഇതൊരു പഴയ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ വളരെ അടുത്തിരുന്ന ഒരാളായിരിക്കാം. ചിലർക്കിത് ഒരു പഴയ പ്രണയബന്ധമായിരിക്കാം, ചിലർക്കിത് ഒരു കുടുംബ ബന്ധമായിരിക്കാം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല. ഈ വ്യക്തിക്ക് പലപ്പോഴും പഴയ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരാറുമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ച നിമിഷങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് ചിരിച്ച സമയങ്ങൾ, നിങ്ങൾ തമ്മിൽ പങ്കുവച്ച ചില പ്രത്യേക നിമിഷങ്ങൾ, ഇവയെല്ലാം അവരുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. ചിലപ്പോൾ അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളെ ഓർക്കാറുമുണ്ട്. നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്ന്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കാറുമുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചില സാഹചര്യങ്ങൾ കൊണ്ടാകാം അവർ അത് പറയാതിരുന്നത്, അല്ലെങ്കിൽ സമയം ശരിയായിരുന്നില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ചില വികാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. അത് ചിലപ്പോൾ ഒരു സ്നേഹമായിരിക്കാം, ചിലപ്പോൾ ഒരു ബഹുമാനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും കാണണമെന്നുള്ള ഒരു ആഗ്രഹവുമായിരിക്കാം. ഇതിലേതുമാകാം.
ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു ചെറിയ കണക്ഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും കാണുന്ന ഒരു നിമിഷമായിരിക്കാം. പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ വീണ്ടും ജീവിതത്തിൽ വരുന്നത് ഒരു പ്രത്യേക കാരണത്താൽ തന്നെ ആയിരിക്കും. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരിൽ പലർക്കും ഒരു പ്രത്യേക ഗുണം കാണുവാനായിട്ട് കഴിയും. നിങ്ങളിൽ വളരെ സെൻസിറ്റീവായ മനസ്സുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും നിങ്ങളെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത. നിങ്ങൾ ഒരാൾക്ക് ഒരിക്കൽ സ്നേഹം കൊടുത്താൽ അത് സത്യസന്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില ആളുകൾ നിങ്ങളെ ഇന്നും ഓർക്കുന്നു എന്നതാണ് സത്യം. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് ഒരു കാര്യം കൂടിയാണ്. പഴയ ഓർമ്മകൾ ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കും, ചിലപ്പോൾ അത് നമ്മളെ അല്പം വേദനിപ്പിക്കാനും ഇടയാകും. പക്ഷേ ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പഴയ ഓർമ്മകൾ നല്ലതായിരുന്നാൽ അത് മനസ്സിൽ ഒരു നല്ല ഓർമ്മയായി സൂക്ഷിക്കാം. ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നാൽ അതിനെ മനസ്സിൽ നിന്നും വിട്ടേക്കാം. കാരണം ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ എല്ലായ്പ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരാളാണ്. അവർക്ക് ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഇനിയും നല്ല അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ ഒന്നാമത്തെ ചിത്രം തന്നെയാണോ തിരഞ്ഞെടുത്തത് എങ്കിൽ കമന്റ് ബോക്സിൽ 1 എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് ഈ ഫലം പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുകൂടി എഴുതി ചേർത്തോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാവരോടും ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും യാദൃച്ഛികമല്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ഊർജമാണ് നമ്മളെ ഒരു പ്രത്യേക ചിത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വ്യക്തിയുടെ ചിന്തകളോ അവരുടെ വികാരങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രധാനമായ ചോദ്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുമുള്ള ഒരാളായിരിക്കാം. അവർ നിങ്ങളെ വളരെ ശ്രദ്ധിക്കുന്നവരാണ്, പക്ഷെ അവരത് തുറന്നു കാണിക്കാറുമില്ല എന്നതാണ് വാസ്തവം. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നിങ്ങളെ വളരെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുമുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, ഇവയെല്ലാം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പലപ്പോഴും നിങ്ങൾക്ക് പോലും അറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അവർ നിങ്ങളെ നിരീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് നെഗറ്റീവ് രീതിയിലുള്ള ശ്രദ്ധയല്ല, അതൊരു ആകർഷണത്തിന്റെ ഭാഗമാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ചില വികാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് തുറന്നു പറയുവാൻ അവർക്ക് അല്പം മടിയുമുണ്ട്. ചിലപ്പോൾ അവർക്ക് നിങ്ങൾ എന്താണ് ചിന്തിക്കുക എന്ന ആശങ്കയും ഉണ്ടാകാം. അതിനാലാണ് അവർ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്നു പറയാത്തത്. പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. ഈ തിരഞ്ഞെടുപ്പ് ചെയ്യുന്നവരിൽ പലർക്കും ഒരു പ്രത്യേക സൂചന കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കാറുണ്ടാകും. നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു, നിങ്ങൾ സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ, ഇവയെല്ലാം അവർ ശ്രദ്ധിച്ചേക്കാം. പക്ഷേ അവർ അതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാറില്ല എന്നതാണ് സത്യം. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ കാര്യത്തിൽ ഒരു കാര്യം ശക്തമായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാകാം, പക്ഷേ അവർ അത് തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കാത്തതായിരിക്കാം. ചിലപ്പോൾ അവർ നിങ്ങളോട് നല്ല ഒരു സുഹൃത്തെന്ന നിലയിൽ തന്നെ കാണിച്ചേക്കാം, പക്ഷെ അവരുടെ മനസ്സിൽ അതിനേക്കാൾ കൂടുതലായ വികാരങ്ങൾ ഉണ്ടായിരിക്കാം എന്നതാണ് സത്യം. ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ കുറച്ചു കൂടുതൽ അടുപ്പം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് പതുക്കെ പതുക്കെ തന്നെ സംഭവിക്കാം. ആദ്യം തന്നെ സുഹൃത്ത് എന്ന നിലയിലായിരിക്കാം, പിന്നീട് നിങ്ങൾ തമ്മിൽ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു ബന്ധമായി മാറാനും സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങളുടെ
ജീവിത സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ഗുണം കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ആകർഷകമായ വ്യക്തിത്വമുള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ സംസാര ശൈലി, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ചിരി ഇവയെല്ലാം ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും നിങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെയുള്ള ഒരാളായിരിക്കാം. അവർ നിങ്ങളെ വളരെ ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ അവരുടെ വികാരങ്ങൾ അവർ തുറന്നു പറയാത്തതാകാം. സമയത്തിനൊപ്പം ഈ ബന്ധം കൂടുതൽ വ്യക്തമായേക്കാം എന്നതാണ് ഇവിടെ നിന്നും മനസ്സിലാകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രം തന്നെയാണോ എങ്കിൽ കമന്റ് ബോക്സിൽ 2 എന്ന് എഴുതി നിങ്ങളുടെ ജീവിതവുമായിട്ട് ഈ ഫലം പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുകൂടി എഴുതി ചേർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയുവാനുള്ളത്. ഇനി മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് ഒരു യാദൃച്ഛികമല്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള തൊടുകുറി തിരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ മനസ്സിന്റെ ആന്തരിക ഊർജമാണ് നമ്മളെ ഒരു പ്രത്യേക ചിത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ശക്തമായ മനസ്സിലുള്ള ഓർമ്മകളോ വികാരങ്ങളോ നിങ്ങളുടെ മനസ്സിനെ ഈ ചിത്രത്തിലേക്ക് നയിച്ചിരിക്കാം. ഇപ്പോൾ പ്രധാനമായ ചോദ്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി ആരാണ് എന്നതാണ്. ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി ഒരൽപ്പം രഹസ്യ സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. അവർ പുറത്തേക്ക് അധികം വികാരങ്ങൾ കാണിക്കാത്തവരാണ്. പക്ഷെ അവരുടെ മനസ്സിനുള്ളിൽ നിരവധി ചിന്തകളും വികാരങ്ങളും ഉണ്ടായേക്കാം. ഈ വ്യക്തി പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്ന്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ ഇവയെല്ലാം അവർ മനസ്സിൽ ചിന്തിക്കാറുമുണ്ട്. പക്ഷേ അത് നേരിട്ട് നിങ്ങളോട് പറയുവാൻ അത് ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. കാരണം അവർ അവരുടെ വികാരങ്ങൾ എളുപ്പത്തിൽ പുറത്തു കാണിക്കാത്ത ആളുകളായിരിക്കാം. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നിങ്ങളെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് ഇവയെല്ലാം അവർ ശ്രദ്ധിച്ചേക്കാം. പക്ഷേ അവർ അതിനെക്കുറിച്ച് നിങ്ങളോട് നേരിട്ട് ചോദിക്കാറില്ല എന്നതാണ് സത്യം. പലപ്പോഴും അവർ അവരുടെ മനസ്സിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരിക്കലും ഒരു ബന്ധമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിചയമോ ഉണ്ടായിരിക്കാം. പക്ഷേ അത് പൂർണ്ണമായി മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ഇവിടെ കാണുന്നത്. ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സമയത്തിന്റെ മാറ്റങ്ങൾ ആ ബന്ധത്തെ അകറ്റിയിരിക്കാം. എന്നിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ കാര്യത്തിൽ ഒരു ചെറിയ സൂചന കൂടി കാണുന്നുണ്ട്. നിങ്ങളും ഈ വ്യക്തിയെ വീണ്ടും ഒരിക്കൽ ജീവിതത്തിൽ സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ കാണുവാനുള്ള ഒരു അവസരം ലഭിക്കാം. അത് ഒരു അപ്രതീക്ഷിത നിമിഷമായിരിക്കാം. ചിലപ്പോൾ ഒരു ചെറിയ കാരണത്തിലൂടെയോ ഒരു സാധാരണ സന്ദേശത്തിലൂടെയോ വീണ്ടും ഒരു കണക്ഷൻ ഉണ്ടാകാം. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ഗുണം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കുവാനുള്ള കഴിവ് വളരെ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആളുകൾ നിങ്ങളെ എളുപ്പത്തിൽ മറക്കില്ല എന്നതാണ് സത്യം. നിങ്ങൾ ഒരാളോട് ബന്ധപ്പെടുമ്പോൾ അതിലൊരു സത്യസന്ധത ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓർക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളും ഒരു കാരണത്താലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചിലർ നമ്മളെ സന്തോഷിപ്പിക്കാൻ വരും, ചിലർ നമ്മളെ പഠിപ്പിക്കാൻ വരും, ചിലർ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയായി മാത്രം നിലനിൽക്കും. പക്ഷെ ഓരോ ബന്ധവും നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠം നൽകും എന്നതാണ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക വ്യക്തി ആയിരിക്കാം. അവർ പുറത്തേക്ക്
അതിനെ കാണിക്കാതിരുന്നാലും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഇപ്പോഴും ഉണ്ടാകാം എന്നതാണ്. നിങ്ങൾ മൂന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ 3 എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഫലം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ഉദ്ദേശിച്ചത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.